നടിയെ ആക്രമിച്ച കേസിൽ തെളിവ് തേടി നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലും സിനിമാ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷനിലും ഒരേ സമയം പരിശോധന നടക്കുകയാണ്. SP MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ്. ഗേറ്റ് ചാടിക്കടന്നാണ് ഉദ്യോഗസ്ഥർ ദിലീപിന്റെ വീട്ടിൽ പ്രവേശിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ 164 മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ പരിശോധന? കോടതിയുടെ അനുമതിയോടെയാണ് പരിശോധന? പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇപ്പോൾ പരിശോധന തുടർന്നു. അകത്ത് ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന തുടരുന്നത്. പ്രധാനമായും തന്നെ നമുക്കറിയാവുന്നതുപോലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമം, അല്ലെങ്കിൽ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങൾ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല, അത് സൂക്ഷിച്ചിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട് എന്ന ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രഹസ്യമൊഴിയെടുത്ത തൊട്ട് അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം ഈ ദൃശ്യങ്ങൾ തേടി വീണ്ടും എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ അത് ഇപ്പോഴും കയ്യിലുണ്ട് എന്നുള്ള സൂചനകളാണ് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴികളിൽ ഉള്ളത്. ഈ മൊഴികളുടെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ പറവൂർക്കുള്ള വീട്ടിലും അതോടൊപ്പം തന്നെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലും ഒരേ സമയം തന്നെ പരിശോധനകൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ദിലീപിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വരിക കൂടിയാണ്. പ്രത്യേകിച്ച് ഗൂഢാലോചന കേസിൽ ദിലീപിനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി 1-ാം പ്രതിയാക്കിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ പ്രധാനമായും തന്നെ ദിലീപ് ചില ആക്ഷേപങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിരത്തിയിരുന്നു. ഇത് അവരുടെ ഒരു സൃഷ്ടി മാത്രമാണ് ഇത്തരമൊരു കേസ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇത്തരം ദൃശ്യങ്ങൾ അടക്കമുള്ള നിർണായക തെളിവുകൾ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഗതി തന്നെ മാറും. പ്രത്യേകിച്ച് തുടരന്വേഷണത്തിൽ തന്നെ അതൊരു നിർണായക കണ്ടെത്തലായി മാറുകയും ചെയ്യും. ഇതിൻ്റെ ലഭിച്ച വിവരങ്ങളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഒരു പരിശോധനയ്ക്ക് പുറപ്പെട്ടിട്ടുള്ളത്. 3 അന്വേഷണ സംഘങ്ങളാണ് ഈ കേസിൽ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ കേസിൽ ഉള്ളത്. ഇപ്പോൾ SP നേതൃത്വത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ദിലീപിൻ്റെ ആലുവയിലെ വസതിയിലാണ് പരിശോധനകൾ നടക്കുന്നത്. പരിശോധന കഴിഞ്ഞ 1 മണിക്കൂറായി തുടരുകയും ചെയ്യുന്നു. ഡാനി, നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ വീണ്ടെടുക്കുക, ഒപ്പം തന്നെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള പല ഗൂഢാലോചനകളും ദിലീപിന്റെ ഈ വീട്ടിൽ വെച്ച് നടന്നു എന്നാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറയുന്നത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നത്? ദിലീപിന്റെ അറസ്റ്റിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇക്കാര്യത്തിൽ ദിലീപിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിലുള്ളൊരു വ്യക്തമായൊരു സൂചനകൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കഴിയാവുന്നത്ര തെളിവുകൾ സമാഹരിച്ചുകൊണ്ട് ദിലീപിനെതിരെയുള്ള നീക്കം വളരെ നിർണായകമാക്കാൻ, വളരെ സ്ഥിരതയുള്ളതാക്കി മാറ്റുവാനുള്ളൊരു ശ്രമമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള. പ്രത്യേകിച്ച് ഈ ദിലീപിൻ്റെ ഇപ്പോൾ ഈ ആലുവയിലുള്ള വീട് പത്മസരോവരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഗൂഢാലോചനയുടെ എല്ലാം തന്നെ ഒരു പ്രഭവ കേന്ദ്രമായി പ്രവർത്തിച്ചു എന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഇവിടെ വെച്ച് ഗൂഢാലോചന നടന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾ, അതിൻ്റെ പദ്ധതികൾക്ക് തുടക്കമിട്ടത് ഇവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴികളിലുള്ളത്. ഈ മൊഴിയെ അടിസ്ഥാനമാക്കിയും അതിനെ ആധികാരികമാക്കിയുമാണ് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുകയും ചെയ്തത്. ഇതിൻ്റെ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുള്ളത് പ്രധാനമായും തന്നെ ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നൊരു സൂചനകളുണ്ട്. എങ്കിൽ അത് ഏറ്റവും കൂടുതലായി ഇത് സംരക്ഷിക്കുന്നതും അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് ദിലീപിന് തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന അടക്കമുള്ള സൂചനകൾ വ്യക്തമായും തന്നെ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരിശോധനകൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ പരിശോധനകൾക്ക് വേണ്ടി അന്വേഷണ സംഘം തീരുമാനമെടുക്കുന്നത്. ഇതിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നു. 20-ാം തീയതി തുടരന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. 16-ാം തീയതി ഫെബ്രുവരി 16-നകം വിചാരണ പൂർത്തിയാക്കി ഈ കേസിൽ വിധി പറയണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതിനെതിരെ സംസ്ഥാന സർക്കാർ 6 മാസം കൂടി കാലാവധി ചോദിച്ചിട്ടും ഇതുവരെയും അതിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. ഏതായാലും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് കുരുക്കുമുറുകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ദിലീപിന്റെ ആലുവയിലുള്ള വസതിയിലും ഒപ്പം തന്നെ നിർമ്മാണ കമ്പനിയിലും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തുകയാണ്.
ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലും സിനിമാ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലും ഒരേ സമയമാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. SP MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിജോ വി ജോൺ ചേരുകയാണ് വിവരങ്ങളുമായി. സിജോ, ദിലീപിന്റെ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലും പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയെന്നറിയാൻ സാധിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് ക്രൈംബ്രാഞ്ച് DYSP ബൈജുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഇവിടെ എത്തിയത്. ഗ്രാൻഡ് പ്രൊഡക്ഷന്റെ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ഈ ഓഫീസ് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പ്രൊഡക്ഷൻ ജീവനക്കാരെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വാഹനത്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഉദ്യോഗസ്ഥർ ഇവിടെ ജീവനക്കാർ എത്തിയതിന് ശേഷം ഇവിടെ നിന്നുള്ള പരിശോധനാ നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബൈജു പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ദിലീപിന്റെ ആലുവയിലുള്ള വസതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലും പരിശോധന നടത്തുന്നത്. അതായത് 20-ാം തീയതിക്ക് മുൻപ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിനു മുന്നോടിയായി തന്നെയാണ് ഏറെ നിർണായകമായ പരിശോധന ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അതിനു മുന്നോടിയായി ഉള്ള പരിശോധന എന്നതിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഈ ആക്രമണം നടന്ന സമയത്ത് അല്ലെങ്കിൽ നടിക്കെതിരെ ആക്രമിക്കുന്ന സമയത്ത് ചില ദൃശ്യങ്ങൾ പകർത്തിയിരുന്നെന്ന് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരം വിവരങ്ങൾ ഉൾപ്പെടെ തന്നെ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ബൈജു പോലീസിനെ ഉൾപ്പെടെ അപായപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള സംവിധായകൻ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമുള്ളത് എന്നുള്ളത് ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകളാണ്. കാരണം ഈ കേട്ട സംഭവത്തിൽ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിർണായകമായ തെളിവായിരുന്നു. പക്ഷേ ഇത് കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് എവിടെയെങ്കിലും ഒളിപ്പിക്കപ്പെട്ടതായ ഒരു സാഹചര്യം ഇപ്പോഴും ഈ അന്വേഷണ സംഘം സംശയിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുക എന്ന നിലയിൽ തന്നെയാണ് ഈ പ്രൊഡക്ഷൻ കമ്പനികൾ ഉൾപ്പെടെ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തുന്നത്. എന്തായാലും അരമണിക്കൂർ മുമ്പ് എത്തിയെങ്കിലും ഇതുവരെയും പരിശോധനകൾ നടത്താൻ സാധിച്ചിട്ടില്ല. ഓഫീസ് അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ കൃത്യമായ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ പരിശോധന ആരംഭിക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നടി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് കുരുക്കുമുറുകുകയാണ്. നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയാണ്. ഏകദേശം 1 മണിക്കൂറിലധികമായി ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം ഗേറ്റ് ചാടിക്കടന്നാണ് ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചത്. അതേസമയം തന്നെ ദിലീപിന്റെ സഹോദരി എത്തുകയും ഗേറ്റ് തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ അകത്ത് കടന്ന് പരിശോധന നടത്തിയത്. ഒപ്പം തന്നെ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലും സിനിമാ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലും ഒരേ സമയം പരിശോധന നടക്കുകയാണ്. ഡാനി പോളുണ്ട് വിവരങ്ങളുമായി. ഡാനി, നടി ആക്രമിച്ച കേസിലെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുക എന്നത് തന്നെയാണോ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള ആദ്യ പടി? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഡിജിറ്റൽ തെളിവുകൾ അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3 സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നേരത്തെ സിജോ സൂചിപ്പിച്ചതുപോലെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് ചുറ്റൂരുള്ള, അതോടൊപ്പം തന്നെ അനൂപിന്റെ വീട്, ഇപ്പോൾ ദിലീപിന്റെ വസതി, ഇവിടങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ പരിശോധന നടത്തുന്നത്. കാരണം ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഏറ്റവും ഒരു സുരക്ഷിതമായ ഒരു ഇടം എന്ന രീതിയിൽ തന്നെയാണ് കരുതുന്നത്. ഇവരുടെ കയ്യിൽ നിന്നല്ലാതെ ഇത് പുറത്തേക്ക് പോകില്ല, അല്ലെങ്കിൽ ഇവരത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലും ഇല്ലാത്തൊരു പരിശോധനയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം മാറിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ രീതിയിലുള്ളൊരു പരിശോധനകളിലേക്ക് ഒരിക്കലും നിന്നിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സംബന്ധിച്ച് ഇത് ആരുടെ പക്കൽ, ആരെല്ലാം ഇത് കണ്ടു, എത്ര പേർ ഇത് കൃത്യത്തിൽ പങ്കാളികളായി എന്നതടക്കമുള്ള കാര്യങ്ങൾ
വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 സംഘങ്ങൾ പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യങ്ങൾ കാരണം നാളെ അടക്കം ഇതിൽ കേസിൽ വളരെ നിർണായകമായ ദിവസങ്ങളാണ്. ഇതിലടക്കം മാത്രമല്ല മറ്റു ദിവസങ്ങളിൽ മറ്റു പ്രതികൾ പൾസർ സുനി അടക്കമുള്ള ഒരു പ്രതികളെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതിനെല്ലാം മുൻപായിട്ട് ഏറ്റവും നിർണായകം എന്ന് പറയുന്ന ആ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ കേസിൽ അത് അതിനിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപിന്റെ വീട്ടിലിപ്പോൾ ആ പരിശോധന തുടരുന്നത്. മറ്റു കേന്ദ്രങ്ങളിലും പരിശോധന തുടരുന്നത്. 1 മണിക്കൂറിലധികമായി ഇപ്പോൾ ദിലീപിന്റെ വീട്ടിൽ SP-യുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുകയും ചെയ്യുന്നത്. ഇവിടെ ആദ്യഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ മറ്റു കുടുംബാംഗങ്ങൾ ഇപ്പോൾ ദിലീപ് സ്ഥലത്തില്ല. അതോടൊപ്പം തന്നെ അനൂപിന്റെ വസതിയിലായിരുന്നു. മറ്റു കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഗേറ്റ് തുറക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഗേറ്റ് മറ്റുമായതിനാൽ തുറക്കാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരാൾ ഇത് ചാടിക്കടന്ന് അകത്ത് കടന്നതിന് ശേഷമാണ് ഇത് ഗേറ്റ് തുറന്ന മറ്റ് കുടുംബാംഗങ്ങളെ കാര്യം അറിയിക്കുകയും പിന്നീട് വന്ന് ഗേറ്റ് തുറക്കുകയും ചെയ്തത്. ഇപ്പോൾ അന്വേഷണം പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലും സിനിമാ നിർമ്മാണ കമ്പനിയിലും ഒരേ സമയം തന്നെ പരിശോധന നടത്തുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക, ഒപ്പം തന്നെ ഗൂഢാലോചന അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ ഉണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുക, ഇതൊക്കെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മുന്നിൽ ഉള്ളത്. വിവരങ്ങളാണ് ഡാനി പോളും സിജോ വി ജോണും നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം എടവണ്ണയിൽ പൊള്ളലേറ്റ് യുവാവും മരിച്ച സംഭവത്തിൽ അയൽവാസിയായ അമ്മയും മകളും കസ്റ്റഡിയിൽ. ഹോട്ടൽ ജീവനക്കാരനായ ഷാജി മരിച്ച സംഭവത്തിൽ അയൽവാസിയായ സുഹ്രാബി, മകൾ സഫിയ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. വഴിത്തർക്കത്തെ തുടർന്ന് യുവാവിനെ അയൽവാസികൾ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം ഷാജി സ്വയം മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം. പോലീസ് കാര്യക്ഷമമായ നടപടിയെടുക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് പെരുമ്പാവൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കീഴില്ലം പറമ്പിൽ പീടിക സ്വദേശി അൻസിലാണ് കൊല്ലപ്പെട്ടത്. കോതമംഗലം വടാട്ടുപാറ സ്വദേശി ബിജുവാണ് അൻസിലിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ബിജുവിനെയും ഇയാളെ സംഭവസ്ഥലത്ത് വാഹനത്തിൽ എത്തിച്ച അബിൻ ബെന്നിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബിജു ജോലി ചെയ്തിരുന്ന പെട്രോൾ പമ്പിന് സമീപം അൻസിൽ വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്നാണ് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായത്. ഇതേ തുടർന്നുണ്ടായ പകയാണ് കൊലപാതകത്തിൽ എത്തിച്ചത്. ഇന്നലെ രാത്രി 10:30 വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അൻസലിനെ ബിജു വെട്ടി വീഴ്ത്തുകയായിരുന്നു. കൊട്ടാരക്കരയിൽ 2 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. വെളിനല്ലൂർ കൊല്ലംവിള സ്വദേശി 22-കാരൻ സജിനാണ് പിടിയിലായത്. വീടിന് സമീപത്തെ കോഴി ഫാമിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നു ഇയാൾ. പ്രതിയെ കൊട്ടാരക്കര കോടതി റിമാൻഡ് ചെയ്തു. ഏലം വില കുത്തനെ ഇടിഞ്ഞതോടെ ഏലച്ചെടി ചുവടോടെ വെട്ടിക്കളഞ്ഞ് കർഷകന്റെ പ്രതിഷേധം. വിലയിടിഞ്ഞതോടെ വിളവെടുത്ത് വിപണിയിൽ എത്തിച്ചാൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പോലും തികയില്ല എന്നാണ് കർഷകർ പറയുന്നത്. വിലത്തകർച്ചയുണ്ടായിട്ടും സർക്കാർ ഇടപെടുന്നില്ല എന്നും കർഷകർക്ക് പരാതിയുണ്ട്. ഇടുക്കി ഹൈറേഞ്ചിലെ ആയിരക്കണക്കിന് കർഷകരുടെ പ്രതീക്ഷയും സ്വപ്നവുമെല്ലാം ഏലത്തിലാണ്. പക്ഷെ അടുത്ത കാലത്ത് മഴയോടും വെയിലിനോടും പൊരുതി നട്ടുനനച്ചു വളർത്തിയ ഏലച്ചെടി തിരികെ നൽകിയത് നിരാശ മാത്രം. വൻ വിലയിടിവാണ് ഉണ്ടായിരിക്കുന്നത്. വിലയിടിവ് മൂലം കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. 5000 രൂപയോളം വിലയുണ്ടായിരുന്ന ഏലക്കായ്ക്ക് ഇപ്പോൾ 700 രൂപ വരെയാണ് വില. പരിപാലന ചെലവും തൊഴിലാളികളുടെ കൂലിയും കണക്കുകൂട്ടി വിളവെടുത്ത് വിറ്റാൽ കൂലിച്ചെലവിന് പോലും തികയില്ലെന്ന് കർഷകർ പറയുന്നു. ഇതോടെയാണ് ഏലം കൃഷിയിൽ നിന്നും പിന്തിരിയുന്നത്. ഇത് നട്ടു കഴിഞ്ഞിട്ട് വളം മേടിച്ചിടണം, കായടുപ്പിക്കാൻ, മരുന്നടിക്കാനും ഇതിനൊന്നും പണിക്കാർക്ക് കൊടുക്കാനുള്ള പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് ഇത് കുരുമുളകിനെല്ലാം വില കുറഞ്ഞപ്പം ഏലം വെച്ചതാണ്. ഏലം വെച്ച് മൂന്നാം വർഷം കായത്. 3-ാം വർഷം മൊത്തം വിലയില്ലാത്ത കാരണം പണിക്ക് പണിയൊന്നുമില്ല, മരുന്നടിക്കാനും മാർഗമില്ലാത്ത കാരണം ഇത് വെട്ടിക്കളഞ്ഞിട്ട്
അടുത്ത എന്തെങ്കിലും കൃഷി ചെയ്യാമെന്നോർത്താണ്. മഴയിലുണ്ടായ അഴുകിലും മറ്റ് കീടരോഗബാധയും മൂലം ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചിരുന്നു. ബാങ്ക് വായ്പയെടുത്താണ് കർഷകർ കൃഷി പരിപാലനം നടത്തിയത്. എന്നാൽ വിപണിയിൽ വില കുത്തനെ ഇടിയുമ്പോഴും ഏലത്തിന് വില സ്ഥിരത ഉറപ്പാക്കാൻ സർക്കാരോ സ്പൈസസ് ബോർഡോ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. ഈ സ്ഥിതി തുറന്നുപോയാൽ ഏറ്റവും കൂടുതൽ ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയിൽ നിന്നും ഈ കൃഷി അപ്രത്യക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ഉമ്മിനിയിൽ കണ്ടെത്തിയ രണ്ടാമത്തെ പുലിക്കുഞ്ഞിനെ ഇന്ന് വനംവകുപ്പിന്റെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. ആദ്യത്തെ പുലിക്കുഞ്ഞിനെ തള്ളപ്പുലി കൊണ്ടുപോയെങ്കിലും രണ്ടാമത്തെ കുഞ്ഞിനെ തേടിവരാത്ത സാഹചര്യത്തിലാണ് പരിപാലനത്തിനായി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുക. തള്ളപ്പുലിക്കായുള്ള ദൌത്യത്തിന് കുഞ്ഞിനെ വീണ്ടും ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് വനംവകുപ്പിന്റെ തീരുമാനം. പുലി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഉമ്മിനിയിൽ പുലി കിടന്ന വീടും പരിസരവും വൃത്തിയാക്കും. പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് കാസർഗോഡ് തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസ്. 30 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. പുറമേ കാണുമ്പോൾ കാര്യമായ കേടുപാടുകൾ ഇല്ലെങ്കിലും കെട്ടിടത്തിന്റെ അവസ്ഥ ദയനീയമാണ്. ഓഫീസിലെ സ്ഥലപരിമിതി മൂലം പഴയ കെട്ടിടത്തോട് ചേർന്ന് മറ്റൊരു കെട്ടിടം നിർമ്മിച്ചുവെങ്കിലും വൈദ്യുതി എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പഴയ കെട്ടിടത്തിലും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണുള്ളത്. മതിയായ പ്ലഗ് പോയിന്റുകൾ ഇല്ലാത്തതിനാൽ കമ്പ്യൂട്ടർ സൗകര്യം പോലും ഒരുക്കാൻ കഴിയുന്നില്ല. വെയിലിന്റെ കാഠിന്യത്താൽ ഓഫീസിനകത്ത് ഇരുന്ന് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ജീവനക്കാർക്ക്. കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് ഇളകി വീണു തുടങ്ങി. ഓഫീസ് കെട്ടിടത്തിലെ ശുചിമുറിയിൽ പ്ലംബിംഗ് നടത്താത്തതിനാൽ വെള്ളമില്ല. 3 വനിതകൾ ഉൾപ്പെടെ 6ഓളം ജീവനക്കാർ ഇവിടെയുണ്ട്. ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ലഭ്യമാക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കോവളത്ത് നീലത്തിമിംഗലത്തിന്റെ ഛർദിൽ എന്നറിയപ്പെടുന്ന അവശിഷ്ടം കരയ്ക്കടിഞ്ഞു. ഹവാ ബീച്ചിന് സമീപത്താണ് ലൈഫ് ഗാർഡുകൾ ഇത് കണ്ടത്. 60 കിലോയിലധികം ഭാരമുണ്ട്. വനംവകുപ്പിന്റെ റാപ്പിഡ് ആക്ഷൻ സംഘം കോവളത്തെത്തി ഇത് ശേഖരിച്ചു. വിശദമായ പരിശോധനയിലൂടെ മാത്രമേ ആംബർഗ്രിസ് ആണോ എന്ന് സ്ഥിരീകരിക്കൂ. അതിനായി ശേഖരിച്ച അവശിഷ്ടം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലേക്ക് അയച്ചു. കോവളം തീരത്ത് കുറച്ചു മാസം മുൻപ് നീലത്തിമിംഗലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഒമിക്രോൺ സാഹചര്യത്തിൽ ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കി. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരെ മാത്രമാണ് തമിഴ്നാട്ടിലേക്ക് കടത്തിവിടുക. തമിഴ്നാട്ടിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് കമ്പംമെട്ട്, കുമ്മളി, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് അധീന മേഖലയിൽ പരിശോധനകൾ നടത്തുന്നത്. കേരളത്തിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കിയ ശേഷമാണ് തമിഴ്നാട്ടിലേക്ക് കടത്തിവിടുക. 2 ഡോസ് വാക്സിൻ സ്വീകരിക്കണമെന്നും നിർബന്ധമുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള സൗകര്യവും തമിഴ്നാട് ഒരുക്കിയിട്ടുണ്ട്. പ്രസിദ്ധമായ പമ്പ സദ്യയ്ക്ക് തുടക്കമായി. ആലങ്ങാട് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രധാന നടപ്പന്തലിൽ പമ്പ സദ്യ നടക്കുന്നത്. നാളെയാണ് ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവം. നാട്ടാനകൾക്ക് തൃശൂർ ചിറ്റണ്ടയിൽ പരിപാലന കേന്ദ്രം ഒരുങ്ങുന്നു. എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. കേന്ദ്രത്തെ ആനകളുടെ പ്രജനന കേന്ദ്രമാക്കി വികസിപ്പിക്കാൻ കൂടിയാണ് പദ്ധതി. തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ടയിൽ ആനകൾക്കായൊരിടം ഒരുങ്ങുകയാണ്. എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിൽ വാങ്ങിയിട്ടുള്ള വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന 30 ഏക്കർ സ്ഥലത്താണ് പദ്ധതി. നാട്ടാനകളുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും ചികിത്സയ്ക്കുമായുള്ള ആന പരിപാലന സംരക്ഷണ കേന്ദ്രമാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത്. ആനകളുടെ പ്രജനന കേന്ദ്രം കൂടിയാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയും അധികൃതർക്കുണ്ട്. ഗണപതി ഹോമം, ഗജപൂജ എന്നിവയോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആനകളുടെ ആരോഗ്യ പരിശോധന ക്യാമ്പ് കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണനും എലിഫന്റ് സ്ക്വാഡ് ആംബുലൻസ് ഉദ്ഘാടനം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാലും ആനയൂട്ട് ഉദ്ഘാടനം ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ ജ്യോതിഷ് മോഹനും നിർവഹിച്ചു. ന്യൂസ് 18 എരുമപ്പെട്ടി. 2 പതിറ്റാണ്ടിനിടയിൽ പമ്പ നദി ഒരുപാട് മാറിപ്പോയി. കൈവഴികൾ പലതും അടഞ്ഞതോടെ നീരൊഴുക്ക് കുറഞ്ഞു. 2 പ്രളയങ്ങൾ പമ്പയുടെ സ്വാഭാവിക ഒഴുക്കിന് പലയിടത്തും വിഘാതമായി.
ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കുന്ന പമ്പ 1650 മീറ്റർ ഉയരത്തിലുള്ള പുളച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 288 കൈവഴികളുണ്ടായിരുന്ന പമ്പാ നദി കുട്ടനാടൻ കാർഷിക മേഖലയുടെ പ്രധാന ജലസ്രോതസ് കൂടിയാണ്. 2 പതിറ്റാണ്ടിനിടയിൽ പമ്പയുടെ കൈവഴികൾ പലതും നീരൊഴുക്ക് നിലച്ച് പാറക്കൂട്ടങ്ങളായി നിൽക്കുന്നു. പമ്പയിലെ ജലവിധാനം അപകടകരമായ വിധം താഴ്ന്നുകൊണ്ടിരിക്കുന്നുവെന്ന് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നദിയിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും കോളിഫോം ബാക്ടീരിയയും അമിതമായി വർദ്ധിച്ചപ്പോൾ ആവശ്യത്തിനു വേണ്ട ഡിസോൾഡ് ഓക്സിജൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് ഞൊടങ്ങാർന്ന് പറഞ്ഞ ആറാണ് ഈ ഒഴുകി വരുന്നത്. ഇത് പമ്പ, തൊട്ടുമേലെ കല്ലാറുണ്ട്. ഇങ്ങനെ 2-3 നദികളായത് പമ്പയിലേക്ക് ചേരുന്ന ഇതല്ല. അപ്പം ഞങ്ങൾ വന്നതിന് ആദ്യമായിട്ട് ഇതുപോലെ വെള്ളം കുറവ് കാണുന്നത്. അപ്പം അയ്യപ്പന്മാർക്ക് കുളിക്കണേ തന്നെ അവർ ബക്കറ്റും കപ്പുമായിട്ട് വന്നാണ് ഇവിടെ വെള്ളം കോരി കുളിക്കുന്നത്. മലിനീകരണം, മണൽ ഖനനം, കയ്യേറ്റം, നീരൊഴുക്കിൽ വന്ന കുറവ്, അടഞ്ഞുകൊണ്ടിരിക്കുന്ന കൈവഴികൾ, അധിനിവേശ സസ്യങ്ങൾ തുടങ്ങിയവ പമ്പയിലെ ജൈവ വൈവിധ്യ ശോഷണത്തിനും കാരണമാകുന്നു. പരിപാവനമായ ഒരു പുണ്യനദിയായാണ് പമ്പയെ നമ്മൾ കാണുന്നത്. എന്നാൽ ആ പമ്പയും പരിതാപകരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയുടെ സംരക്ഷണം ഇനിയും വൈകിക്കൂടാ. അത്രത്തോളം പാരിസ്ഥിതികമായ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നദിയും. പമ്പയിൽ നിന്ന് ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ഇടുക്കി ഉപ്പുതിറ ചീന്തലാറിൽ പൂട്ടിക്കിടക്കുന്ന തേയില ഫാക്ടറി മോഷ്ടാക്കളുടെ താവളമാകുന്നു. രാത്രിയുടെ മറവിൽ നിരവധി മോഷണങ്ങളാണ് അടുത്തിടെ ഇവിടെ നടന്നത്. പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. 15 വർഷം മുൻപ് അടച്ചുപൂട്ടിയതാണ് ചീന്തലാർ തേയില ഫാക്ടറി. അടുത്ത കാലത്തായി ഫാക്ടറിയിലുണ്ടായിരുന്ന 25,000-ഓളം പിച്ചള സാമഗ്രികളാണ് മോഷണം പോയത്. 2016-ൽ പൂട്ടിയ ഫാക്ടറിയിലെ പല യന്ത്രങ്ങളും ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. പൂട്ടിയതിനു ശേഷം അധികൃതർ ഇവിടേക്ക് വന്നിട്ടില്ല. ഫാക്ടറിയും പരിസരവും ഇതോടെ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി. മോഷ്ടാക്കളുടെ ശല്യവും വർദ്ധിച്ചു. അടുത്തിടെ 2 തവണ പ്രദേശത്തെ വീടുകളിലും മോഷണം നടന്നിരുന്നു. ആയിരക്കണക്കിന് രൂപയുടെ സാമഗ്രികളാണ് ഫാക്ടറിയിൽ നിന്ന് പലതവണയായി മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. ഈ കഴിഞ്ഞ 21 ഡിസംബർ മാസം ഒരു മോഷണം നടന്നു. അതിനെക്കുറിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഞാൻ കൊടുത്ത പരാതിയിലുള്ള ആൾക്കാർ ലോണ്ടറി ഫാക്ടറിയിൽ മോഷണിച്ച് അവിടെ പിടിപെടുകയും ചെയ്തു. അതിനുശേഷം അവരെ കൊണ്ട് റിമാൻഡ് ചെയ്ത് വെളിയിൽ വന്ന ഒരു പ്രതി ഇപ്പോൾ ഈ ഫാക്ടറിക്കകത്ത് കയറി ഉദ്ദേശം ഒരു 65 കിലോ വെയിറ്റുള്ള പിച്ചള സാധനങ്ങൾ, റോതയുടെ അടപ്പ്, അതായത് ഈ ബാറ്റൺ എന്ന് പറയുന്ന റോതയുടെ പല്ല്, ഇതെല്ലാം കഴിഞ്ഞ ദിവസം മോഷിച്ച് കൊണ്ടുപോയിരിക്കുക. ഈ മോഷണം നിർത്തണം, ഇല്ലെങ്കിൽ ഇനി കുറേ നാളാകുമ്പോൾ ഇത് മൊത്തം പൊളിച്ചു കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഫാക്ടറിയിൽ മോഷണം നടന്നിരുന്നു. 65 കിലോയോളം തൂക്കം വരുന്ന പിച്ചള സാമഗ്രികളാണ് മോഷ്ടാക്കൾ കവർന്നത്. തേയില കൊളുന്ത് പൊടിയാക്കി മാറ്റുന്ന യന്ത്രങ്ങളുടെ ബ്ലേഡുകൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള പിച്ചള ഭാഗങ്ങളാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയുടെ വാതിലുകൾ തകർത്താണ് മോഷണം നടത്തുന്നത്. ഫാക്ടറിയുടെ വാച്ചർ സെൽവരാജ് പലതവണ ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര അന്വേഷണം നടത്താനോ മോഷ്ടാക്കളെ പിടികൂടുവാനോ താൽപ്പര്യമെടുക്കുന്നില്ല. രാത്രികാലങ്ങളിൽ മോഷണം വർദ്ധിച്ചതോടെ പ്രദേശത്തെ മറ്റാളുകളും ഭീതിയോടെയാണ് കഴിയുന്നത്. ന്യൂസ് 18 ഉപ്പുതറ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.